ഫുട്ബോൾ ചരിത്രത്തിൽ ചില മത്സരങ്ങൾ അടയാളപ്പെടുത്തുക ജയിച്ച ടീമുകളുടെ പേരിലായിരിക്കില്ല, മറിച്ച് ഗോൾ പോസ്റ്റിന് മുന്നിൽ പോരാടിയ ഒറ്റയൊരു മനുഷ്യന്റെ പേരിലായിരിക്കും. കാൻസസ് സിറ്റിയുടെ പുൽമൈതാനത്ത് ലോകകപ്പിലെ ഏറ്റവും മാരകമായ ആക്രമണ നിരകളിലൊന്നിനെതിരെ ഒരു കരീബിയൻ വൻമതിൽ ഉയർന്നു പൊങ്ങി. പേര് എലോയ് റൂം. ആദ്യ മത്സരത്തിൽ ജർമ്മനിയോട് 7 ഗോളുകൾ വാങ്ങി നെഞ്ചു തകർന്നു നിന്നൊരു പ്രതിരോധ നിര. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും കടുത്ത വിമർശനങ്ങൾ. ആ തകർച്ചയിൽ നിന്നും കുറസാവോ എന്ന കൊച്ചു രാജ്യം ഇക്വഡോറിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ആരും ഒന്നിനും ഒരു സാധ്യതയും കൽപ്പിച്ചിരുന്നില്ല. കാരണം മുന്നിലുള്ളത് ലോകകപ്പിലെ തന്നെ ഏറ്റവും പേടി സ്വപ്നമായ ഫോർവേഡ് ലയൺ. പക്ഷേ അവർ മറന്നുപോയി, ആ തകർന്ന പ്രതിരോധത്തിന് കാവലായി നിൽക്കുന്നത് 37 വയസ്സുകാരനായ ഒരു സിംഹമാണെന്ന്. മത്സരത്തിന്റെ 2-ാം മിനിറ്റ് ഇക്വഡോർ നായകൻ എന്നർ വലൻസിയുടെ ഒരു മാരകമായ ക്ലോസ് റേഞ്ച് വോളി. ഗോൾ എന്നുറപ്പിച്ച നിമിഷം പക്ഷേ വായുവിൽ പറന്നുയർന്ന് റൂം അത് തട്ടിയകറ്റി. അതൊരു മഹാകാവ്യത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. 75% പന്ത് കൈവശം വെച്ച് ഇക്വഡോർ കുറസോവ ബോക്സിനെ അക്ഷരാർത്ഥത്തിൽ വളഞ്ഞു. ബോക്സിന് പുറത്തുനിന്ന് വെടിയുണ്ട പോലെയുള്ള ലോങ് റേഞ്ചുകൾ. 75% പന്ത് കൈവശം വെച്ച് ഇക്വഡോർ കുറസോവ ബോക്സിനെ അക്ഷരാർത്ഥത്തിൽ വളഞ്ഞു. ബോക്സിന് പുറത്തുനിന്നുള്ള വെടിയുണ്ട പോലെയുള്ള ലോങ് റേഞ്ചറുകൾ, കോർണറുകളിൽ നിന്നുള്ള പവർഫുൾ ഹെഡറുകൾ എല്ലാം ആ കൈകൾ തട്ടിത്തെറിച്ചു. ഡിഫൻസ് പൂർണ്ണമായി തകർന്ന് ഇക്വഡോർ സ്ട്രൈക്കർമാർ റൂമിനെ മാത്രം മുന്നിൽ കണ്ടു തൊടുത്ത 3 1-on-1 ഷോട്ടുകൾ പോലും ആ മനുഷ്യൻ അവിശ്വസനീയമായി തടഞ്ഞിട്ടു. 90 മിനിറ്റുകൾ, ആകെ 15 മരണമാസ് സേവുകൾ, അതിൽ 9 എണ്ണവും ബോക്സിനുള്ളിൽ നിന്നുള്ളവ. എക്സ്ട്രാ ടൈം ഇല്ലാത്ത ഒരു ലോകകപ്പ് മത്സരത്തിൽ ഒരു ഗോൾ കീപ്പർ നടത്തുന്ന ഏറ്റവും ഉയർന്ന സേവുകളുടെ എണ്ണം. കാൻസസ് സിറ്റിയിലെ ഗാലറി ഒന്നടങ്കം ആ കരീബിയൻ ഗോൾ കീപ്പർക്കായി എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മത്സരം അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡ് കുറസോവോ 0, ഇക്വഡോർ 0. അർഹിച്ച ക്ലീൻ ഷീറ്റുമായി കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വിതുമ്പിക്കൊണ്ടാണ് റൂം സംസാരിച്ചത്. ആ വാക്കുകൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയുണ്ടായിരുന്നു. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. എന്നാൽ ലോകകപ്പിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുക എന്നത് മാത്രമായിരുന്നു മനസ്സിൽ. ഈ ഒരു പോയിന്റ് വെറുമൊരു സമനിലയല്ല, ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച 90 മിനിറ്റുകളായിരുന്നു ഇത്. ജർമ്മനിക്കെതിരെ 7 ഗോളുകൾ വഴങ്ങിയപ്പോൾ റൂമിനെ എഴുതി തള്ളിയവർക്കുള്ള ചങ്കുറ്റമുള്ള ഒരു മറുപടിയായിരുന്നു ഈ പ്രകടനം. ഒരു ഒറ്റയാൾ പോരാട്ടത്തിലൂടെ എങ്ങനെ ഒരു ശരാശരി ടീമിനെ ലോകവേദിയിൽ താങ്ങി നിർത്താമെന്ന് എലോയ് റൂം കാട്ടിത്തരുന്നു. waytonikah.com, the exclusive Muslim matrimonial site.